ഹലോ വെൽക്കം ബാക്ക് ടു ഷ്യൂസ് ആൻഡ് മീനൂസ് കോർണർ. ഇന്നൊരു സെലിബ്രേഷൻ വീഡിയോ ആണ്, അതുകൊണ്ടാണ് കേക്ക് ബോക്സോട് വന്നത്. അപ്പോൾ കേക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, ഇത് 15th ആനിവേഴ്സറി ആണ് ഞങ്ങളുടെ. ഞങ്ങൾ എപ്പോഴും ഈ വെഡ്ഡിങ് ഡേ ഒന്നും അങ്ങനെ ഒരു സൂപ്പർ സെലിബ്രേഷൻ ആയിട്ടൊന്നും ചെയ്യത്തില്ല. ഇത്തവണ മോൾക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു കേക്ക് കട്ടിങ് ചെയ്യുന്നത്. 15 ഇയേഴ്സ് ആയല്ലോ, അപ്പോൾ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യുന്നെന്ന് മീനുക്കുട്ടി പറഞ്ഞതുകൊണ്ട് ഒരു കേക്ക് കട്ടിങ് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോക്സ് കണ്ടാൽ മനസ്സിലാവും എവിടെ നിന്നാണ് മേടിച്ചെന്ന്. കേക്കിൻ്റെ ഫ്ലേവർ ചോക്ലേറ്റ് ട്രഫിളാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന ഫ്ലേവറാണ് ഇത്. അപ്പോൾ ഇത് കുഞ്ഞ് സെലിബ്രേഷൻ ആയതുകൊണ്ട് പിങ്ക് ആൻഡ് ഗോൾഡൻ കളർ നമ്മൾ കളർ കോഡ് വെച്ചു. പിന്നെ മോം ആൻഡ് ഡോട്ടർ ഫിക്സ് ചെയ്തു. ചേട്ടനായിട്ട് പിങ്ക് ഷർട്ട് എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിലും നന്നായിട്ട് തൊഴുതു, പിന്നെ അമ്പലത്തേക്ക് പോയി തൊഴുതു വന്നു. ഇപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ആനിവേഴ്സറിക്ക് ഇതാണ് ആദ്യമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് പാടണമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി. അപ്പോൾ ഹാപ്പിലി എല്ലാവർക്കും കേക്കൊക്കെ ഷെയർ ചെയ്തു. നമ്മുടെ ഹാപ്പിനെസ് എല്ലാം ഷെയർ ചെയ്തതാണ്, അത്രേ ഉള്ളൂ. ഇതിൽ വേറെ ഒന്നുമില്ല പ്രത്യേകമായിട്ട്. ആക്ച്വലി ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ ജൂൺ 11th ആണ്. ആ സമയം അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തില്ല. ഇത് ബിലേറ്റഡ് വെഡ്ഡിങ് സെലിബ്രേഷനാണ്. മീനുക്കുട്ടീന് വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്തത്. വെഡ്ഡിങ് ഡേ ബർത്ത്ഡേ ആണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എൽഡർ പീപ്പിളിൽ അടുത്ത് നമുക്ക് ബ്ലെസ്സിങ്സ് വേണമല്ലോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വെഡ്ഡിങ് ഡേ ആയാലും ബർത്ത്ഡേ ആയാലും അച്ഛനും അമ്മയുടെ അടുത്ത് നിന്ന് നമ്മൾ ബ്ലെസ്സിങ്സ് മേടിക്കാറുണ്ട്. വിശാലയ്ക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമായി, കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് സെലിബ്രേഷൻ ഒരു ഡിന്നറോടെ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നൈറ്റ് ഡിന്നറിന് പ്ലാൻ ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഈവനിങ് ഒരു 6:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ചേച്ചിയും അനിയത്തിയും ഒരുപോലെ ട്വിന്നിങ് ചെയ്തു. ഈ ഡ്രസ്സ് നമ്മൾ വിശാൽ മാളിൽ നിന്നാണ് വാങ്ങിച്ചത്. ഡിന്നർ പോയത് ഒരുപാട് ദൂരമൊന്നുമില്ല, ആൽവായിലുള്ള ടുണീഷ്യസ് നൈറ്റിനാണ് പോയത്. അവിടെ പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടുത്തെ ലൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് അവിടെ ഡിന്നറൊക്കെ പോയത്. റിയലി ഹാപ്പി വിത്ത് ദ ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ്. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും പുറത്ത് പോയി ഹോട്ടലിൽ ഇരുന്ന് കഴിക്കുന്ന ആളല്ല. ഇതുപോലെ എന്തെങ്കിലും അക്കേഷൻസോ അല്ലെങ്കിൽ എവിടെ നിന്ന് വരണ വഴി കുറച്ച് ലേറ്റായി അങ്ങനെ ആകുമ്പോൾ മാത്രമേ പോവും. അപ്പോൾ അതുകൊണ്ട് ഹോട്ടലിൽ കഴിക്കുന്നത് കുറച്ച് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ നൈറ്റ് ഞങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലാണ്. ഈ ലൈറ്റ്സൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഈ ലൈറ്റ്സ് എപ്പോഴും ഇഷ്ടമാണ്. നല്ല ഒരു കളർഫുൾ ഫെയറി ലൈറ്റ്സ് കണ്ടാൽ ഒരുപാട് ഇഷ്ടമാണ്. അവിടുത്തെ ആംബിയൻസും സൂപ്പറായിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡേഴ്സൊക്കെ കൊടുത്തിട്ട് താഴെ പോയി നോക്കാൻ പോയതാണ്. അവിടെ ഒരു ടുണീഷ്യസ് നൈറ്റിന് ഒരു കേജ് ഉണ്ട്, അതിനുള്ളിൽ കുട്ടി കുട്ടി ലവ് ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. ഡേ ടൈമിൽ വന്നാൽ നമുക്ക് നന്നായിട്ട് കാണാം. അപ്പോൾ ഈ വഴി കൂടി ഇറങ്ങി ഒന്നുകൂടി പോയി കണ്ടതാണ് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് അവിടെ ഒന്നും കയറിയിട്ടില്ല. അങ്ങനെ തന്നെ കണ്ടിട്ട് അപ്പോൾ തന്നെ വന്നു. അതിനുള്ളിൽ നമ്മൾ ഓർഡർ ചെയ്ത സൂപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നു. നമ്മൾ ഓർഡർ ചെയ്തത് ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പാണ്. നല്ല ഇഷ്ടമായിരുന്നു. അത് 1/2 പറഞ്ഞിരുന്നു. പിന്നെ ഇത് സിംഗപ്പൂർ ചിക്കനാണ്. അവർ പറഞ്ഞത് ഇത് ഡ്രൈ ആണെന്ന്, പക്ഷേ ഇത് ഡ്രൈ ആയിട്ട് തോന്നിയിട്ടില്ല. കുറച്ച് സമയം ഇരുന്നിരുന്ന് വാവയ്ക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ആൾ ക്യാരറ്റ് കഴിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് പുറത്ത് കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് ഓർഡർ ചെയ്താൽ നല്ലത്, എന്ത് ഫുഡ് സൂപ്പറാണെന്ന് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വെയിറ്ററോട് ചോദിച്ചിട്ട് ആ സമയം ഖൈദി ബിരിയാണി എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ ഓർഡർ ചെയ്തു. അതിപ്പോൾ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഹാഫ് ബക്കറ്റാണ് പറഞ്ഞത്. ഹാഫ് ബക്കറ്റ് എന്ന് പറയുമ്പോൾ 2 ആൾക്ക് കഴിക്കാമെന്ന് അവർ പറഞ്ഞു. പക്ഷെ നമ്മളിത് 4 പേര് കഴിച്ചു. നമ്മൾ പുവർ ഈറ്ററാണേ, അതുകൊണ്ടാണ്. ചിക്കൻ പീസ്, പിന്നെ 2 മുട്ടയിലായിരുന്നു ഖൈദി ബിരിയാണി, പിന്നെ പായസം, സലാഡ്, കുക്കുംബർ, പിക്കിൾ ഇതായിരുന്നു. അച്ഛന് എഗ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു നമ്മൾ. പിന്നെ ഗോബി മഞ്ചൂരിയൻ ആയിരുന്നു. അച്ഛന് ചിക്കൻ കഴിക്കില്ല. ഞങ്ങളുടെ ലിറ്റിൽ ഗേൾ വിശാലിക്ക് എല്ലാം ഇഷ്ടമായിരുന്നു. അവൾക്ക് മുട്ടയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ മുട്ട, ബിരിയാണി, ചിക്കൻ അച്ചൊക്കെ ആൾ കഴിച്ചു. അത്ര എരിവില്ല, നല്ലതായിരുന്നു ബിരിയാണിയൊക്കെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി.
അപ്പോൾ ഫൈനൽ ടച്ചായിട്ട് നമ്മൾ വാട്ടർമെലൺ ജ്യൂസോട് ഫിനിഷ് ചെയ്തു. ഞാനും പിള്ളേരും വാട്ടർമെലൺ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനും ചേട്ടനും ഈ മിൻറ്റ് ജ്യൂസ് ഉണ്ടല്ലോ അതാണ് അവർ പറഞ്ഞത്. ചെറിയ ആൾക്ക് എല്ലാം കഴിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട്. മീനുക്കുട്ടീനും ഒരുപാട് ഇഷ്ടം വാട്ടർമെലൺ ജ്യൂസാണ്. എവിടെ പോയാലും ആൾക്ക് ഒന്ന് വാട്ടർമെലൺ ജ്യൂസ് വേണം, അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടല്ലോ അതാണ് ഇഷ്ടം. അപ്പോൾ അമ്മക്ക് ഈ മിൻറ്റ് ജ്യൂസ് ഇഷ്ടമായിരുന്നു, കുഴപ്പമില്ല. ആദ്യം കുടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് ഒരു ആലോചനയായിരുന്നു, പക്ഷേ കുടിച്ചപ്പോൾ ഇഷ്ടമായി. ഹാപ്പിലി കഴിച്ച് കഴിഞ്ഞു. അന്നത്തെ ഡേ സൂപ്പറായിരുന്നു. ഒന്ന് നമുക്ക് ഫോട്ടോ സെക്ഷനൊന്ന് നോക്കാം. എവിടെയെങ്കിലും ലൈറ്റ് കണ്ടാൽ അപ്പോൾ ഒരു ഫോട്ടോ എടുക്കണം. ഈ ഫോട്ടോഷൂട്ട് എനിക്ക് ഇഷ്ടമായി. 2 പേരും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ആളും വിടുമോ ഇല്ല, അപ്പോൾ അവൾക്കും ഒരു ഫോട്ടോഷൂട്ട് വെച്ചു. അവിടെ വഞ്ഞിയിൽ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. സോ ഞങ്ങളുടെ വെഡ്ഡിങ് ഡേ നൈറ്റ് നല്ല ഡിന്നർ, നല്ല സെലിബ്രേഷൻ. ആഫ്റ്റർ എ ലോങ് ടൈം ആദ്യമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല ഡിന്നറൊക്കെ കഴിച്ചിട്ട് നല്ല ഹാപ്പി ആയിട്ട് വന്നു. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് സോറി, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം. Thanks for watching.